സദ്വേ ശരണം. ഇപ്പം നമ്മൾ ഗുരുധർമ്മ സംരക്ഷണ സംഘത്തിൻ്റെ പ്രസിഡൻ്റായ ഞാനും ജനറൽ സെക്രട്ടറിയായ സതികുമാർ കൂടിയുള്ള ഒരു അഭിമുഖത്തിൻ്റെ തുടർച്ചയാണ്. കഴിഞ്ഞ പ്രാവശ്യം തുടങ്ങിയതാണ്. അതിപ്പോൾ അതിൻ്റെ രണ്ടാം ഭാഗമായിട്ടാണ് ഇത് പറയുന്നത്. ഇത് മറ്റൊന്നും കൊണ്ടല്ല ഇത് പറയുന്നത്. നമ്മുടെ ഗുരുവിൻ്റെ ബ്രഹ്മശ്രീ കരുണാകരഗുരുവിൻ്റെ വിശ്വാസ പരമ്പരകൾക്ക് ഒരുപാട് സംശയങ്ങളുണ്ട് പല കാര്യങ്ങളിലും. അപ്പോൾ സതികണ്ണ എല്ലാം അറിയാം. പക്ഷേ സതികണ്ണൻ ചോദിക്കുമ്പോൾ സതികണ്ണനോട് ചോദിച്ച ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അത് ഒരു ഇൻ്റർവ്യൂ രൂപത്തിൽ നമ്മൾ പറയുമ്പോൾ എന്ന് പറഞ്ഞാൽ അത് എല്ലാവർക്കും മനസ്സിലാവുന്നതിന് വേണ്ടിയാണ്. എല്ലാ പരമ്പരയിലും അപ്പോൾ ചോദിക്കുന്ന ഓരോ വ്യക്തികളോടും അപ്പോൾ പറയുന്നതിന് നല്ലത് അതിനറിയാവുന്ന കാര്യങ്ങളെല്ലാം ഞാൻ വിശദമായിട്ട് സംസാരിക്കുന്നതാണ് ഉചിതമെന്ന് തോന്നിയത് കൊണ്ടാണ് ഇങ്ങനൊരു ഇൻ്റർവ്യൂ പരമ്പര നമ്മൾ ആലോചിച്ച് പ്ലാൻ ചെയ്തത്. അപ്പോൾ അതിലേക്ക് നമുക്ക് പോകാം. അപ്പോൾ സതീണ്ണൻ കാര്യങ്ങൾ ചോദിക്കും. അപ്പോൾ അതിന് ഉചിതമായ മറുപടികൾ പറയാം. അപ്പോൾ സതീണ്ണ. സദ്ഗുരുവേ ശരണം. എനിക്കിന്ന് ചന്ദ്രബാബുവിനോട് ചോദിക്കാനുള്ളത്, ഗുരുവിൻ്റെ ജന്മഗൃഹം ഇപ്പോൾ നമ്മൾ കേസിൽ നിലനിൽക്കുന്ന ആ ജന്മഗൃഹം, അത് ഗുരു പറഞ്ഞ് അത് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ വിവരിച്ചതാണ്. 2-3 പ്രമാണങ്ങൾ മാറി മാറി ഉണ്ടായതിന് ശേഷം ഗുരു തന്നെ ഗുരുവിൻ്റെ പേരിൽ വേണമെന്ന് പറഞ്ഞ് എഴുതി വാങ്ങിച്ച ആ ഒരു ജന്മഗൃഹം, ചിലരുടെ സംശയങ്ങൾ എന്തെന്ന് വെച്ചാൽ അതിലല്ല, ആ ജന്മഗൃഹം അല്ല ഗുരു ജനിച്ച ജന്മഗൃഹം എന്നൊരു സംശയം നിലനിൽക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് ചന്ദ്രബാബുവിന് എന്താണ് പറയാനുള്ളത്? അതിനെക്കുറിച്ച് പറയാനുള്ളതെന്ന് വെച്ചാൽ അതിൻ്റെ ഒരു മറു ചോദ്യം ചോദിച്ചിട്ട് ഞാൻ അതിൽ നിന്ന് തുടങ്ങാം. കാരണം വേറൊന്നുമല്ല, ഗുരു നമ്മളോട് ഞാൻ ജനിച്ച ജന്മഗൃഹം എനിക്ക് വേണമെന്ന് പറയുമ്പോൾ ഈ ജന്മഗൃഹം തന്നെയാണ് ഒന്നത്. രണ്ടാമത്തേന്ന് പറഞ്ഞാൽ അത് ഗുരുവിൻ്റെ പേരിൽ എഴുതി മേടിക്കുന്ന ഗുരു ശരീരം വിടുന്നത് 99-ലാണ്, മെയ് 6-ന്. ഗുരു 95-ൽ എഴുതിപ്പിക്കുകയും അതിനു മുമ്പേ ചർച്ചയുണ്ട് ഇല്ലേ? അപ്പോൾ ആ 10 സെൻറ്റ് സ്ഥലവും ആ വീടുമാണ് അന്ന് നമ്മുടെ പേരിലുള്ളത്. ഇന്നൊരുപാട് സ്ഥലങ്ങൾ ആശ്രമത്തിൻ്റെ സംവിധാനത്തിലും വാങ്ങിക്കൂട്ടിയിട്ടുണ്ട്. ഗുരു ശരീരത്തോടെ ഇരിക്കുമ്പോൾ തന്നെ വാങ്ങിച്ചിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ ചുറ്റും കിടന്ന സ്ഥലങ്ങളൊന്നും ഈ പറയുന്ന നമ്മുടെ സ്വത്തുവകളല്ലായിരുന്നു. അത് വേറെ ഒട്ടനവധി പേരുടെ കയ്യിൽ നിന്ന് പിന്നീട് നമ്മൾ കൂട്ടിച്ചേർക്കപ്പെട്ടതാണ്. ഈ 10 സെൻറ്റ് സ്ഥലവും വീടുമാണ് ഗുരു ജനിച്ച വീട് സ്ഥലവും. മനസ്സിലായ? അപ്പോൾ ആ ഇരുന്ന വീടിന് ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തിയെന്നല്ലാതെ ഗുരു ജനിച്ചത് ആ വീട്ടിൽ തന്നെയാണ്. കാരണം വെച്ചാൽ അതിനെ അവിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഗുരു ജനിച്ച വീട് എനിക്ക് വേണമെന്ന് പറഞ്ഞ് നമ്മൾ എഴുതി കൊടുത്ത് ആ വീട് എഴുതി കൊടുത്ത് ഗുരു അതിനെ മെയിൻ്റെനൻസ് ചെയ്യണം. ഞാനത് ഇതിനു മുമ്പ് ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു ഇവിടെ. കാരണം എറണാകുളത്തെ ആശ്രമത്തിൽ വേണുഗോപാലൻ സാർ എന്ന് പറയും,